ഹലോ, ഞാൻ പാർവതി, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. ഒന്ന് നോക്കൂ, എന്ത് ഭംഗിയായിട്ടാണ് ഇത് പൂത്തു നിൽക്കുന്നത്. ശരിക്കും നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മളുടെ ഉള്ളില്, നമ്മളുടെ മനസ്സിന്റെ ഉള്ളില് ഇതുപോലൊരു വൃന്ദാവനമായിട്ട് പൂത്തു നിൽക്കണം എന്നല്ലേ. പക്ഷെ എല്ലായ്പ്പോഴും അങ്ങനെ സാധിക്കാറുണ്ടോ? എല്ലായ്പ്പോഴും സാധിക്കുന്ന ഒരാൾക്കാരും ഉണ്ടായിരിക്കില്ല. എന്നാലും നമുക്ക് കുറച്ചെങ്കിലും ഒക്കെ ഇങ്ങനെ സാധിക്കാറുണ്ടോ? അറിയില്ല. ചിലര് വരുമ്പോ പറയും, ചില ക്ലയൻസ് പറയും, ഒരാഴ്ച മുതൽ 2 ആഴ്ചയൊക്കെ ഏറെ നിൽക്കുന്ന തരത്തിൽ അവരങ്ങോട്ട് ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കാറുണ്ട്. അപ്പൊ ആ സമയത്ത് ഒരു പക്ഷെ ഈ ഒരു മണ്ണിന്റെ രീതി എന്നുള്ള ഇതുമായിട്ട് നമുക്ക് ഉപമിക്കാം. പൂ മാറി മണ്ണിന്റെ കളർ എന്നുള്ളൊരു രീതിയിലായിരിക്കാം അവരുടെ മനസ്സിരിക്കുന്നത്. അറിയില്ല. വിഷാദാവസ്ഥ എന്നതിന് വേണമെങ്കിൽ പറയാം. കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യുമ്പോഴേ നമുക്ക് വിഷാദം തന്നെയാണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ എനർജി ഭയങ്കര ഡൗൺ ആയിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ തോന്നണില്ല, ആത്മവിശ്വാസം ഇല്ല, പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെ നിങ്ങൾക്കും തോന്നാറുണ്ടോ? ഒത്തിരി ആൾക്കാർക്ക് തോന്നാറുണ്ട്. ഈ തോന്നലുള്ള എല്ലാവർക്കും ഒരു കൺസൾട്ടേഷൻ വേണം എന്നില്ല. പക്ഷേ ഇങ്ങനത്തെ തോന്നലുകള് എപ്പോഴാണോ നമ്മൾക്ക് മുകളിൽ നിൽക്കുന്നതായിട്ട് വരുന്നത്, അതായത് നമ്മളുടെ ദൈനംദിന ജീവിതത്തിലെ ഫങ്ഷൻസിനെ അത് ബാധിച്ചു വരിക, നമുക്ക് പഠിക്കാൻ പറ്റണില്ല, ഉറങ്ങാൻ പറ്റണില്ല, കഴിക്കാൻ പറ്റണില്ല, ചെറിയ അളവിലാണെന്നുണ്ടെങ്കിലും ഈ പോരായ്മകൾ ഉണ്ടാവുക, അപ്പൊ നിങ്ങളൊരു കൺസൾട്ടേഷൻ എടുക്കണം. ഇനി ആരെയാണ് കൺസൾട്ടേഷന് ആയിട്ട് പോകേണ്ടത്? മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെ തന്നെ, അല്ലാതെ വേറെ ആരെയാണ്? പ്രോപ്പർ ക്വാളിഫിക്കേഷൻ ഉള്ള, പ്രോപ്പർ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു അതോറിറ്റിയെ തന്നെ നിങ്ങൾ കാണണം. അപ്പൊ അതിന് നിങ്ങൾക്ക് സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാം, ക്വാളിഫൈഡ് സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാം. RCI റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ആയിട്ടുള്ള ലൈസൻസ്ഡ് ആയിട്ടുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കൺസിഡർ ചെയ്യാം. ഇനി ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെയും ഡയഗ്നോസിസിൽ അല്ലെങ്കിൽ അവരുടെ ഒരു അനുമാനത്തിൽ ഒരു സൈക്യാട്രി കൺസൾട്ടേഷൻ വേണമെന്നെങ്കിൽ മാത്രമാണ് ഒരു സൈക്യാട്രിസ്റ്റിനെ നമുക്ക് കൺസിഡർ. അതാണ് അതിൻ്റെ ഒരു രീതി. അല്ലാതെയും കാണാം, പക്ഷെ ഇതാണ് അതിൻ്റെ ഒരു രീതി. അപ്പൊ വേണ്ടുന്ന സമയത്ത് നമ്മൾ തന്നെ നമ്മൾക്ക് കുറച്ചൊരു കെയർ കൊടുത്ത്, ആ ഒരു ഉദ്യാനം പോലെ ആകണം എന്നുള്ളൊരു കെയർ കൊടുത്താൽ, ഇതുപോലെ ഈ അരുവി കണ്ടോ എത്ര ഭംഗിയായിട്ടാണ് അത് ഒഴുകുന്നത്. ഇതുപോലൊരു ഫ്രീ ഫ്ലോയിങ് മൈൻഡ് ആയിട്ട് നമുക്ക് സ്റ്റേബിൾ ആയിട്ട് നിർത്താൻ പറ്റില്ല എങ്കിൽ പോലും, പക്ഷെ മനസ്സ് ഫ്രീ ഫ്ലോയിങ് ആയിട്ട് ആസ് എ റിവർ, ആസ് എ സ്ട്രീം ഫ്ലോ ചെയ്യണത് പോലെ നിർത്താൻ പറ്റും. ഓക്കെ, ബൈ.